തദ്ധിതം. ഓക്കെ. സോ തദ്ധിതം എന്ന് പറയുന്നത് 4 എണ്ണമുണ്ട്. തന്മാത്ര തദ്ധിതം, തന്മാത്ര തദ്ധിതം 2, തദ്വത് തദ്ധിതം 3, നാമനിർമ്മായി തദ്ധിതം, നാമനിർമ്മായി തദ്ധിതം, പൂരണി തദ്ധിതം, പൂരണി തദ്ധിതം, പൂരണി തദ്ധിതം. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് എന്താണെന്ന് നോക്കാം. സോ ആദ്യം നമുക്ക് തന്മാത്ര തദ്ധിതം നോക്കാം. സോ തന്മാത്ര തദ്ധിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒരു വസ്തുവിന് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ടാവും അല്ലേ. ഇപ്പം നമ്മൾ എടുത്താൽ തന്നെ നമുക്ക് അനേകം ഗുണങ്ങളുണ്ടാവും. ചിലപ്പോൾ മണ്ടത്തരം ഉണ്ടാവും, അത് ചിലപ്പം ബുദ്ധി കൂടുതലായിരിക്കും അല്ലേ. അങ്ങനെ ഓരോരുത്തർക്കും പല തരത്തിലുള്ള ഗുണങ്ങളായിരിക്കും ഉണ്ടാവുക അല്ലേ. ഒരു വസ്തുവിന് ഒരുപാട് ഗുണങ്ങളുണ്ടാകും. പക്ഷേ അതിൽ ഒരു ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നതാണ് എന്ത്, തന്മാത്ര തദ്ധിതം. ഒരു ഗുണത്തെ മാത്രം എടുത്തു കാണിക്കുന്നതാണ് എന്ത്, തന്മാത്ര തദ്ധിതം എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഒരുപാട് ഗുണങ്ങളുള്ളൊരു വസ്തുവായിരിക്കും. ചിലപ്പോൾ അതിന് കളറുണ്ടാകും, കളർ കൂടുതലുള്ള വസ്തുവായിരിക്കും. അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ ഇപ്പം നമ്മളെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ നല്ല കളറുള്ള ഒരാളായിരിക്കും, അയാൾക്ക് നന്നായി വരയ്ക്കാനുള്ള കഴിവുണ്ടാവും, അയാൾ നന്നായിട്ട് പാടും, അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ടാവും അല്ലേ. സോ അതിൽ നിന്ന് ഒരു ഗുണം മാത്രം എടുത്ത് പറയുന്നതാണ് എന്ത്, തന്മാത്ര തദ്ധിതം എന്ന് പറയുന്നത്. സോ നമുക്ക് ഞാൻ കാണിച്ചു തരാം. അതായത് എന്തൊക്കെയാണ് ഇതിൽ പ്രത്യയങ്ങളായിട്ട് വരുന്നത്. ഈ തന്മാത്ര തദ്ധിതത്തിൽ പ്രത്യയങ്ങളായിട്ട് വരുന്നത് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. തം, പിന്നെ ആയ്മ, തരം, പിന്നെന്താണ്, മ. ഈ 4 പ്രത്യയങ്ങളാണ് തന്മാത്ര തദ്ധിതത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് തന്മാത്ര തദ്ധിതത്തിൽ ധർമ്മം, നാമം, സർവനാമം, വിശേഷണം ഇവയിൽ ഏതെങ്കിലും ഒന്നിനോട് മാ, ആയ്മ, തം, തരം. ഇനി ഏതാണ്, തം, തരം, മാ, ആയ്മ എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് പ്രത്യയങ്ങളായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ വിളിക്കുന്നത്, തന്മാത്ര തദ്ധിതം എന്നാണ് വിളിക്കുന്നത്. ഉദാഹരണം നമുക്ക് പറയാം. ഒരു ഉദാഹരണം എന്താ പറയാം, അടിമത്തം അല്ലേ. രണ്ടാമതായിട്ട് നമുക്ക് പറയാം എന്ത്, എളിമ. ഓക്കെ. ഇനി ചട്ടമ്പിത്തരം എന്തൊരു ഉദാഹരണമാണ്, തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണമാണ്. കാടത്തം എന്തിനു ഉദാഹരണമാണ്, തന്മാത്ര തദ്ധിതത്തിന് ഉദാഹരണമാണ്. കേമത്തം. ഇതൊക്കെ ഒരു വസ്തുവിൻ്റെ ഒരു ഗുണമാണ് പറയുന്നത് അല്ലേ, ഒരു ഗുണമാണ് പറയുന്നത്. എളിമ ഒരു ഗുണമാണ്, കാടത്തം ഒരു ഗുണമല്ല എങ്കിലും ആ ഒരു വിശേഷണമാണ് അല്ലേ. ചട്ടമ്പിത്തരം അതൊരു വിശേഷണമാണ്, ഒരു ആളുടെ വിശേഷണമാണ് അല്ലേ. ഇനി അടുത്ത എന്താ, നമുക്ക് തന്മാത്ര തദ്ധിതത്തിനൊരു ഉദാഹരണം പറയുന്നത് കള്ളത്തരം. ഓക്കെ. കള്ളത്തരം എന്താണ്, ഒരു തന്മാത്ര തദ്ധിതമാണ്. ഓക്കെ. ഇനി ഗുരുത്വം തം വരുന്നുണ്ട് അല്ലേ. ഗുരുത്വം
സംസ്കൃത പദങ്ങളോട് ത്വം വേണം ചേർക്കാൻ, അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ ഇതെന്താണ്? തന്മാത്ര തദ്ധിതമാണ്. ഇനി രണ്ടാമതായിട്ട് തദ്വത് തദ്ധിതം. തദ്വത് തദ്ധിതം എന്താണെന്ന് നോക്കാം നമുക്ക്. എന്താ തദ്വത് തദ്ധിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ തദ്വത് തദ്ധിതം എന്ന് പറഞ്ഞാൽ അപൂർണങ്ങളായ നാമത്തോടൊപ്പം, അതായത് അവിടെ നിന്നും വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അതേപോലെയുള്ളത്, അല്ലെങ്കിൽ അതുള്ളത് എന്നിങ്ങനെയൊക്കെ അർത്ഥവിശേഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതെന്താണ്? തദ്വ തദ്ധിതമാണ്. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? വേല ചെയ്യുന്നവൻ, വേല ഇതിലെ പ്രത്യയങ്ങളാണ്. ഏതൊക്കെ? അൻ എന്ന് പറയുന്നത് എന്താണ്? തദ്വത് തദ്ധിതത്തിൻ്റെ പ്രത്യയം ആണ്. ഓക്കെ, ഇത് ഒറ്റൊന്നേ ഉള്ളൂ. തദ്വത് തദ്ധിതത്തിൽ ഒറ്റൊന്നേ ഉള്ളൂ, അൻ. ഓക്കെ, സോ വേല ചെയ്യുന്നവൻ ആരോ? അതാരാണ്? വേലക്കാരൻ. അതെന്താണ്? തദ്വത് തദ്ധിതമാണ്. മലയാളം സംസാരിക്കുന്നവൻ ആരാണത്? മലയാളി അല്ലേ? ഇവിടെ നോക്കിയാൽ വേല ചെയ്യുന്നവൻ അവൻ, അൻ. ഇനി സംസാരിക്കുന്നവൻ അൻ. കിഴക്ക് നിന്ന് വന്നിട്ടുള്ളവൻ, കിഴക്ക് നിന്നും വന്നിട്ടുള്ളവൻ ആരാണ്? കിഴക്കൻ അല്ലേ? അതേപോലെ ചതിക്കുന്നവൻ ആരാണ്? ചതിയൻ. ചതിക്കുന്നവരാണ് ചതിയൻ. ഓക്കെ, ഇനി ചെറുപ്പമുള്ളവൻ ആരാണ്? ചെറുപ്പക്കാരൻ. ഓക്കെ, വിധേയമായവൻ വിധേയൻ അല്ലേ? ഇതൊക്കെ എന്തിന് ഉദാഹരണങ്ങളാണ്? തദ്വത് തദ്ധിതത്തിന് ഉദാഹരണമാണ്. അതേപോലെ മൂപ്പുള്ളവൻ ആരാണ്? മൂപ്പൻ. മൂപ്പൻ. മടിയുള്ളവൻ മടിയൻ. ഓക്കെ, സോ ഇതാണ് എന്ത്? തദ്വത് തദ്ധിതം. അടുത്തതായിട്ട് നമുക്ക് നാമനിർമ്മായി തദ്ധിതം നോക്കാം. നാമനിർമ്മായി തദ്ധിതം. ഇവിടെ എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപൂർണങ്ങളായിട്ടുള്ള നാമത്തോടൊപ്പം ഏതൊക്കെ പ്രത്യയങ്ങളാണ്? അൻ, അൾ, തു. സോ ഇവിടെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? അൻ, അൾ, തു. അതായത് അപൂർണങ്ങളായിട്ടുള്ള നാമങ്ങൾക്കൊപ്പം ഈ പ്രത്യയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതെന്താണ്? നാമനിർമ്മായി തദ്ധിതമാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എഴുതാം അപൂർണങ്ങളായ നാമത്തോടൊപ്പം അൻ, അൾ, തു ഇതിലേതെങ്കിലും വന്നാൽ അതെന്താണ്? നാമനിർമ്മായി തദ്ധിതമാണ്. അതായത്
കേൾക്കുന്ന, കേൾക്കുന്ന, അതാര് കേട്ടു എന്ന് പറയണ്ടേ, കേൾക്കുന്ന. അപ്പം അതെന്താക്കി ചേർക്കാം? കേൾക്കുന്നവൻ, കേൾക്കുന്നവൻ, കേൾക്കുന്നവൾ, കേൾക്കുന്നവൾ, കേൾക്കുന്നു, കേൾക്കുന്നത് അല്ലേ, കേൾക്കുന്നത്. കേൾക്കുന്നത്. തു അല്ലെങ്കിൽ ത് കേട്ടോ. തൂത്ത്, വൾ, വൻ. ഓക്കെ. ഇനി അതേപോലെ നമുക്ക് പറയാമെന്ത്? എൻ്റെ, എൻ്റേവൻ, എൻ്റേവൾ, എൻ്റേത്. ഇനി വെളുത്ത, വെളുത്ത എന്ന് പറയുന്നത് എന്താണ്? ഇത് വെളുത്തവനാണോ വെളുത്തവളാണോ അല്ലെങ്കിൽ വെളുത്തതാണോ എന്ന് പറയണം അല്ലേ നമുക്ക്. അപ്പം വെളുത്ത എന്താണ്? എന്ത് വെളുത്ത, എന്ത് വെളുത്ത. അപ്പം ഒന്നുകിൽ വെളുത്തവൻ, വെളുത്തവൾ, അല്ലെങ്കിൽ വെളുത്തത്. ഓക്കെ. ഇതൊക്കെ എന്താണ്? നാമനിർമ്മായി തദ്ധിതമാണ്. ഓക്കെ. അടുത്തതായിട്ടാണ് എന്ത്? പൂരണി തദ്ധിതം. പൂരണി തദ്ധിതം. എന്താണ് പൂരണി തദ്ധിതം എന്ന് പറഞ്ഞാൽ? പൂരണി തദ്ധിതത്തിൻ്റെ പ്രത്യയങ്ങളാണ് ഏതൊക്കെ? ആം, അൻ, ആം, അൻ. സംഖ്യാവാചികൾക്കൊപ്പം സംഖ്യാരൂപത്തിൽ നിന്ന് പുതിയ നാമമുണ്ടാക്കുന്നത്, പുതിയ ഉണ്ടാക്കുന്നതാണ് എന്ത്? പൂരണി തദ്ധിതം എന്ന് പറയുന്നത്. പൂരണി തദ്ധിതം എന്ന് പറയുന്നത്. ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ ഒന്നാമൻ, ഒന്നാമൻ, രണ്ടാമൻ. ഇതൊക്കെ ഒരു സംഖ്യയാണല്ലേ. രണ്ടാമൻ. പിന്നെ എന്താ നമുക്ക് പറയാം? ഒന്നാം വാർഷികം. അപ്പോൾ ഇവിടെ ആം എന്നുണ്ടല്ലേ. ഒന്നാം വാർഷികം, രണ്ടാം വാർഷികം. അത് എന്തിൽ വരുന്നതാണ്? പൂരണിയിൽ വരുന്നതാണ്. ഓക്കെ.